നാടകീയ രംഗമാണ് അരങ്ങേറിയത്. അതേപോലെ 5 മിനിറ്റിനുള്ളിൽ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകും. ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ അപ്പുറമുള്ള പി ജോർജിന്റെ വീട്ടിൽ ഈരാറ്റുപേട്ട CI ഉൾപ്പെടെ നിൽക്കുമ്പോൾ കോടതിയിൽ വന്ന് പി ജോർജ് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം വെറും മണ്ടന്മാരാണെന്ന് പോലീസ് ധരിക്കരുത്. ആ ഒരു വ്യക്തി ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നു. ആറ് മണി വരെ കസ്റ്റഡിയിലേക്ക് അയക്കും എന്നാണ് പറഞ്ഞത്. PC ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കോടതിയിൽ നിന്നും PC ജോർജിന് ദേഹാസ്വസ്ഥ്യം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അനുഭവപ്പെടുന്നു. നമസ്കാരം. PC ജോർജിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ മുതൽ നാടകീയ രംഗങ്ങൾക്കാണ് ഈരാറ്റുപേട്ട സാക്ഷ്യം വഹിച്ചത്. ഈരാറ്റുപേട്ടയിലെ ചേന്നാട്ട് കവലയിലുള്ള PC ജോർജിന്റെ വസതിയിലേക്ക് മാധ്യമ പ്രവർത്തകർ എല്ലാം തന്നെ എത്തിച്ചേർന്നു. പിന്നാലെ BJP പ്രവർത്തകർ ഒന്നായി എത്തിച്ചേരുകയാണ്. അതിനുശേഷം BJP നേതാക്കളോടും മകൻ ഷോൺ ജോർജിനോടുമൊക്കെ മാധ്യമങ്ങൾ ചോദിക്കുന്നു, PC ജോർജ് എവിടെ എത്തും, വീട്ടിലേക്ക് എത്തുമോ എന്ന് ചോദിക്കും. എന്നാൽ അവരാരും ഉത്തരം നൽകുന്നില്ല. പിന്നീട് PC ജോർജ് വീട്ടിലേക്ക് വരുമെന്ന് കരുതി പോലീസും വീടിന് മുൻപിൽ തന്നെ തമ്പടിക്കുകയാണ്. എന്നാൽ നാടകീയ രംഗമാണ് പിന്നീട് അരങ്ങേറിയത്. 10:30 കഴിഞ്ഞപ്പോൾ BJP നേതാവായ ലിജിൻ ലാൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തുകയാണ്. അതേപോലെ 5 മിനിറ്റിനുള്ളിൽ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകും. മജിസ്ട്രേറ്റ് മുമ്പാകെ ഇപ്പോൾ 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഹാജരാകും. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് തീരുമാനിക്കും. മജിസ്ട്രേറ്റ് ഹാജരായി കഴിയുമ്പോൾ അദ്ദേഹമാണ് അതിന്റെ തീരുമാനം പറയേണ്ടത്. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുമെന്നായിരുന്നു. ഇപ്പൊ ഇരുന്നപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാകാൻ തീരുമാനിച്ചു. BJPയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതിഷേധ പരിപാടികളോ അങ്ങനെ? ഇല്ല, പ്രതിഷേധമല്ല, ഞങ്ങൾ ഹാജരാകാൻ തീരുമാനിച്ചു. ഇപ്പൊ ഞങ്ങൾ കോടതിയിലേക്ക് പോവാണ്. അതേപോലെ 5 മിനിറ്റുള്ള അവിടെ എത്തും. അദ്ദേഹം എത്തുമ്പോഴേക്കും ഞങ്ങൾ പോലീസ് നടപടിക്ക് വിധേയനാകുമെന്ന് പറയുമ്പോൾ കോടതിയുടെ ഓർഡറാണല്ലോ വന്നിരിക്കുന്നത്. അതായത് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാകുന്നു. മജിസ്ട്രേറ്റ് തീരുമാനങ്ങൾ ഇല്ല, പ്രകടനം ഇല്ല, പ്രകടനം നിശ്ചയിച്ചിട്ടില്ലല്ലോ. എത്തും, 5 മിനിറ്റിൽ എത്തും. നമുക്കറിയില്ല, അത് പോലീസിന്റെ ഭാഗത്താണ് തീരുമാനിക്കുന്നത്. അറിയില്ല, അത് പോലീസിനോട് നമുക്കറിയില്ല. അത് പോലീസിനോട് തീരുമാനിക്കേണ്ടത് നമ്മളല്ല. നമ്മുടെ ഭാഗത്തുള്ള തീരുമാനം 5 മിനിറ്റിൽ അദ്ദേഹം കോടതിയിൽ ഹാജരാകാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. അദ്ദേഹം പറയുന്നു 5 മിനിറ്റിനുള്ളിൽ തന്നെ PC ജോർജ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കോടതിയിൽ ഹാജരാകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോൾ തന്നെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും എന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താണ് കോടതിയിലേക്ക് വരുന്നത്? എന്നാൽ അതറിയില്ല, അതേക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് നിമിഷങ്ങൾക്കകം തന്നെ PC ജോർജ് BJP നേതാക്കൾക്കൊപ്പം തന്നെ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കോടതിയിലേക്ക് എത്തുന്നു. അത് കൃത്യമായി BJP നടത്തിയ ഒരു പദ്ധതിയാണ്, പ്ലാനിംഗ് ആണ്. കഴിഞ്ഞ 2-3 ദിവസമായി ജാമ്യാപേക്ഷ നിരസിച്ചതോടെ PC ജോർജിനെ അന്വേഷിച്ച് പോലീസ് 2 തവണയാണ് PC ജോർജിന്റെ വീട്ടിലെത്തിയത്. എന്നാൽ PC ജോർജിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് പാലാ DYSPക്ക് മുൻപാകെ അദ്ദേഹം നോട്ടീസ് നൽകുകയായിരുന്നു. തിങ്കളാഴ്ച ഹാജരായിക്കൊള്ളാമെന്ന് പറഞ്ഞ് നോട്ടീസ് നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് നാടകീയമായി തന്നെ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കോടതിയിൽ അദ്ദേഹം ഹാജരാകുന്നത്. അപ്പോൾ ഈ കോടതി വളപ്പിൽ തന്നെ പരാതിയുമായി നൽകി, അതായത് ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന് പരാതി നൽകിയ ഈരാറ്റുപേട്ടയിലെ യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് പ്രവർത്തകരൊക്കെ തന്നെ അവിടെ എത്തിയിരുന്നു. അവർ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. PC ജോർജിനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് നാടകം കളിക്കുകയെന്ന് ഒരു പരാതി അവർ ഉന്നയിക്കുകയും ചെയ്തു. തീർച്ചയായും വലിയ പ്രതിഷേധമുണ്ട്. കാരണം ഇത് പോലീസ് തമ്മിലുള്ള ഒത്തുകളിയാണ് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. കാരണം ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ അപ്പുറമുള്ള PC ജോർജിന്റെ വീട്ടിൽ ഈരാറ്റുപേട്ട CI ഉൾപ്പെടെ നിൽക്കുമ്പോൾ ഇവിടെ 1/2 കിലോമീറ്റർ ഇപ്പുറം കോടതിയിൽ വന്ന് PC ജോർജ് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വെറും മണ്ടന്മാരാണെന്ന് പോലീസ് ധരിക്കരുത്. ഈ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഈ കാര്യത്തിൽ പോലീസും സർക്കാരും കൃത്യമായി ഒത്തുകളിച്ചുകൊണ്ട് PC ജോർജിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് തന്നെയാണ് യൂത്ത് ലീഗിന് പറയാനുള്ളത്. അടുത്ത നടപടി കോടതി വിധി എന്താണെന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് പ്രവർത്തിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. PC ജോർജിനെ റിമാൻഡ് ചെയ്താൽ അതിൻ്റെ കേസിൻ്റെ തുടർ നടപടികളാണ് ഞങ്ങൾ മുമ്പിലോട്ട് പോകും. ഇനി PC ജോർജിന് കോടതി ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ എന്നാലും ഈ കേസിൻ്റെ തുടർ നടപടികളുമായി യൂത്ത് ലീഗ് മുമ്പോട്ടുണ്ടാകും. ഇന്ന് PC ജോർജ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ ഞങ്ങൾ കവിയറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരണത്തിൽ PC ജോർജിൻ്റെ കേസ് PC ജോർജിനെതിരെ ഈ കേസിൽ നിയമപരമായ
ശിക്ഷിക്കുന്നതുവരെ യൂത്ത് ലീഗ് കേസിന് പുറകെ ഉണ്ടാകുമ്പോൾ നിരന്തരമായി ഇങ്ങനെ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. നിരന്തരമായിട്ട് 2018 ഇതുപോലെ ഉണ്ടായിട്ട് ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ തെളിവ് സഹിതം പരാതി കൊടുത്തിട്ടും ഈ നിമിഷം വരെ അതിനൊരു കേസ് എടുത്തിട്ടില്ല. 9-ാം തീയതി കേസ് FIR ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ CAയും ബാക്കിയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഓർഡർ കിട്ടിയിട്ടില്ല. സർക്കാരിൻ്റെ ഞങ്ങൾക്ക് ഒരു അനുമതി കിട്ടിയാലേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും വലിയൊരു പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വളരെ വളരെ ഒരു രാഘവത്തോടെയാണ് ഇവർ കണ്ടുകൊണ്ടിരുന്നത്. മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ടല്ലോ. തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് പാർട്ടി മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ നിയമ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളുമായിട്ട് ഒപ്പമുണ്ട്. ഇവര് നിയമപരമായിട്ട് ഏതറ്റം വരെയും പോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും മുസ്ലിം ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും മുസ്ലിം യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും പൂർണ്ണമായ അനുവാദത്തോടെയും അവരുടെ നേതൃത്വത്തിലുമാണ് മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോകുന്നത്. എന്താണ് നിങ്ങൾ PC ജോർജിനുള്ള നടപടി എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അല്ല, PC ജോർജ് ഈ നാട്ടിലെ മതേതരത്വം തകർക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്നതിന്, അവരെ ആക്ഷേപിക്കുന്നതിന് തരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുകയാണ്. ആ ഒരു വ്യക്തി ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നു. ഈ രാജ്യത്തിന്റെ സൗഹൃദവും സമാധാനവും കാംക്ഷിക്കുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിയെ നിയമപരമായിട്ട് വെറുതെ വിട്ടുകൂടാ. ഏത് അറ്റം വരെയും ചെന്ന് അദ്ദേഹത്തിന് നിയമപരമായിട്ട് അദ്ദേഹത്തിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ദൗത്യം. അതിനുശേഷം കോടതി നടപടികളിലേക്ക് കടക്കുന്നു. ഈരാറ്റുപേട്ട മുനിസിപ്പൽ കോർട്ടിൽ APP ഇല്ലായിരുന്നു. അതിനുശേഷം കാഞ്ഞിരപ്പള്ളിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഓൺലൈൻ മുഖേന അദ്ദേഹത്തിന് വിചാരണ നടത്തുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ സഹായവുമായി PC ജോർജിന്റെ മകന്റെ ഭാര്യ, അതായത് മരുമകൾ പാർവതിയും കോടതിയിലുണ്ടായിരുന്നു. പാർവതി അവിടെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ PC ജോർജിനെ ഏറെ നേരം വിചാരണ നടക്കുന്നു. പിന്നീട് 2 മണിയോടെ അദ്ദേഹത്തിനെ വീണ്ടും 2 മണിക്ക് ശേഷം അദ്ദേഹത്തിനെ പോലീസ് കസ്റ്റഡിയിലേക്ക് അയക്കുക. 6 മണി വരെ കസ്റ്റഡിയിലേക്ക് അയക്കും എന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനയ്ക്ക് ശേഷമാണ് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം അദ്ദേഹം ഈരാറ്റുപേട്ടയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴൊക്കെ തന്നെ BJP പ്രവർത്തകർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അവരെല്ലാം അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. വലിയ പോലീസ് സന്നാഹത്തോടെ മേലുകാവിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ വന്ന SHOമാരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിനെ വാഹനത്തിൽ തന്നെ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ എത്തുന്നു. അപ്പോൾ തന്നെ മാധ്യമങ്ങൾ അറിഞ്ഞത് 6 മണി വരെ അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ നിർത്തും. പിന്നീട് അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കും. ഒരുപക്ഷെ ജാമ്യം കിട്ടാം, ഒരുപക്ഷെ ജാമ്യം നിഷേധിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു 3 മണിയോടെ PC ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കോടതിയിൽ നിന്നും എത്തുകയായിരുന്നു. അങ്ങനെ 14 ദിവസത്തേക്ക് PC ജോർജിനെ പാലാ കോടതിയിലേക്ക്, സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുന്നുള്ള ഒരു ഉത്തരവ് വരികയായിരുന്നു. അതിനുശേഷമാണ് PC ജോർജിന് ദേഹാസ്വസ്ഥ്യം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അനുഭവപ്പെടുന്നു. ആദ്യം പോലീസ് മകൻ ഷോൺ ജോർജിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഷോൺ ജോർജ് പിതാവുമായി കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം പാലാ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വിദഗ്ധമായ ഒരു വൈദ്യ പരിശോധനയാണ് വേണ്ടത്. PC ജോർജ് 75 വയസ്സുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന് പ്രായാധിക്യത്തെ തുടർന്നുള്ള അസുഖമുണ്ട്. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഓക്സിജൻ മുഖേനയാണ് അദ്ദേഹം ശ്വസനം. രാത്രി കാലങ്ങളിൽ അദ്ദേഹം കിടന്നുറങ്ങുന്നതിന് പോലും അദ്ദേഹത്തിന് ആർട്ടിഫിഷ്യൽ ഓക്സിജൻ സംവിധാനം വേണം. ആ സംവിധാനമുള്ള ജയിലുകളിൽ അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യാൻ കഴിയൂ എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചതുമാണ്. ഈ പ്രതിയുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പരിഗണനയ്ക്ക് എടുക്കാതെയാണ് കോടതി ഈ കാര്യത്തിൽ ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. ചാനൽ ചർച്ചയിൽ കഴിഞ്ഞ ജനുവരി മാസം 5-ാം തീയതിയാണ് അദ്ദേഹം ചാനൽ ചർച്ച വഴി മതവിദ്വേഷം, അതായത് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. മതസ്പർദ്ധ വളർത്തുന്നതിനും കലാപാഹ്വാനത്തിനുമൊക്കെയാണ് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് ഷിഹാബിൻ നൽകിയ പരാതിയെ തുടർന്ന് കേസ് എടുക്കുന്നത്. പിന്നീട് അദ്ദേഹം കോട്ടയം സെഷൻസ് കോടതിയെയും പിന്നീട് ഹൈക്കോടതിയും ഒക്കെ സമീപിച്ചെങ്കിലും അവിടെ നിന്നുമൊക്കെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം മാറി കഴിയേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിന് ഇപ്പോൾ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കോടതി ജാമ്യാപേക്ഷ തള്ളി എന്നുള്ള ഒടുവിലത്തെ ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, ഈരാറ്റുപേട്ട.